ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ദൈവത്തിൻ്റെ വചനവുമായി ഇരിപ്പാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്കമാലിയിൽ ആഴകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ TV-യിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയം അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി സെഫന്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾക്കൊന്ന് തിരിഞ്ഞാൽ, യഹൂദ രാജാവായിരിക്കുന്ന ആമോന്റെ മകനായിരിക്കുന്ന യോശിയാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന കൂശിയുടെ മകനാണ് ഈ സെഫന്യാവ് എന്ന് പറഞ്ഞ ദൈവവൃത്യൻ. പഴയ നിയമത്തിൽ 3 പേരുടെ പേരുകളാണ് ഈ സെഫന്യാവ് എന്ന് പറഞ്ഞ ആ വ്യക്തി, അല്ലെങ്കിൽ സെഫന്യാവ് എന്ന പേരിലുള്ള 3 വ്യക്തികൾ പഴയ നിയമത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, സംഗീതക്കാരനായിരിക്കുന്ന ഹേമാന്റെ ഒരു പിതാമഹന്റെ പേര് സെഫന്യാവ് എന്നാണ്. രണ്ടാമത്, ഇരമ്യാവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു പുരോഹിതന്റെ പേരാണ് സെഫന്യാവ്. മൂന്നാമത്, ബാബേലിൽ നിന്ന് മടങ്ങി വന്നവരിൽ ഒരാളുടെ പേര് സെഫന്യാവ് എന്നാണ്. ഈ സെഫന്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നതാണ്, അഥവാ യഹോവയാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്നർത്ഥം. ഈ അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ആ പ്രാരംഭ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, യഹൂദയിൽ ഹിസ്കിയാവിന്റെ 4-ാം തലമുറക്കാരനാണ് ഈ സെഫന്യാവ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ. സെഖര്യാവിന്റെ വംശാവലി പറയുമ്പോൾ 4 വ്യക്തികളുടെ പേര് ഇവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയാൻ കൊള്ളാകുന്ന 4 വ്യക്തികളുടെ പേരാണ് സെഫന്യാവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഹിസ്കിയാവിന്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിസ്കിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, മരിക്കത്തക്ക രോഗം പിടിച്ച ആ മനുഷ്യൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ മരിക്കും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞു. ഈ അറിയിപ്പുണ്ടായ സമയത്ത് ഹിസ്കിയാവ് ചെയ്തത് മുഖം ചുവരിനോട് ചേർത്ത് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് യെശയ്യാവ് മടങ്ങി വന്ന് അവന് ദൈവം വീണ്ടും അവന് അരുളപ്പാട് കൊടുക്കുകയാണ്: 15 സംവത്സരം കൂടെ നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് സെഫന്യാവ് ഹിസ്കിയാവിന്റെ പേര് ഇവിടെ പരാമർശിച്ചത്? അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ചവന്റെ പേരാണ് ഹിസ്കിയാവ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച നല്ല അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് ഹിസ്കിയാവ് എന്ന് പറയാൻ കാരണമുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹിസ്കിയാവിലൂടെ നമുക്ക് തരുന്ന ഒരു ചിന്തയുണ്ട്, ഒരു സന്ദേശമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ട ഏക കാര്യം, മനുഷ്യരോട് നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ, മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ അപ്പുറമായി നാം ചെയ്യേണ്ടത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ആവശ്യങ്ങൾ കേട്ട് മറുപടി തരുന്ന ജീവനുള്ള ഒരു ദൈവമാണ് യഹോവയായ ദൈവമെന്നാണ് ഹിസ്കിയാവ് നമുക്ക് തരുന്ന സന്ദേശം. അങ്ങനെയാണെങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഹിസ്കിയാവിന്റെ മകനായിരിക്കുന്ന അമര്യാവ്. അമര്യാവ് എന്ന പദത്തിന്റെ അർത്ഥം യഹോവ വാഗ്ദത്തം ചെയ്തവൻ എന്നാണ്. യഹോവ വാഗ്ദത്തം ചെയ്തവൻ, അതായത് യഹൂദന്മാരുടെ മാതാപിതാക്കളിൽ ആദ്യം ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ മാതാപിതാക്കൾ ആ ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പദമുണ്ട്: നീ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാണ്. ആ കുഞ്ഞിന്റെ ചെറുപ്രായം മുതൽ ആ കുഞ്ഞിന്റെ കാതുകളിൽ പറഞ്ഞു കൊടുക്കുന്ന ഈ ശബ്ദം, അത് കേട്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. അവന്റെ ജീവിതത്തിൽ, ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിന്തയാണ്: നീ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാണ്, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നിന്നെ ദൈവം കരുതുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ മറ്റുള്ള ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശാപത്തിന്റെ വാക്കുകളോ ഒന്നുമല്ല നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ കാതുകൾ മന്ത്രിക്കേണ്ടത്
നീ ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ്, നീ ദൈവത്തിന് വേണ്ടപ്പെട്ടവളാണ്, നീ ദൈവത്തിന്റെ മുത്താണ്, നീ ദൈവത്തിന്റെ സ്വത്താണ്, നീ ദൈവത്തിന് വേണ്ടിയുള്ളവളാണ്, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നിത്യാദി നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ നിശ്ചയമായും ആ കുഞ്ഞിന്റെ ഉള്ളിൽ അത് കേട്ട് വളരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. മാതാപിതാക്കൾ അങ്ങനെയാണ് യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ വ്യക്തിയുടെ മകന്റെ ആ വ്യക്തി അമര്യാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമര്യാവിന്റെ മകനാണ് ഗദല്യാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഗദല്യാവിന്റെ വാക്കിന്റെ അർത്ഥം യഹോവ എന്നെ വലിയവനാക്കി എന്നുള്ളതാണ്. വലിയവനായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന തന്റെ മക്കൾക്ക്, തന്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ദാനവും വലിയതും വിശാലവുമായിരിക്കും. സ്തോത്രം. എന്നെ വലിയവനാക്കി എന്നർത്ഥമുള്ള ഗദല്യാവിന്റെ കൊച്ചുമകനാണ് യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സെഫന്യാവ്. സ്തോത്രം. നോക്കുക, ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് മറുപടി ലഭിച്ച ഒരുവനാണ് ഹിസ്കിയാവ്. എന്നാൽ 4ാം തലമുറയിലേക്ക് വരുമ്പോൾ സെഫന്യാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിക്കുന്നവനാണ് സെഫന്യാവ്. ഞാൻ അതിനിങ്ങനെ വിവക്ഷിക്കട്ടെ. ദൈവത്തോട് ആത്മാർത്ഥതയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ തലമുറ നശിക്കുന്ന തലമുറയായിട്ടല്ല, ആമേൻ, അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയായിട്ടല്ല, ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിക്കുന്ന തലമുറയാക്കി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന തലമുറ ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിക്കുന്ന തലമുറയാണ്. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഹന്ന. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച തലമുറ എങ്ങനെയാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിക്കുന്നവനുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട പിതാവേ, മക്കളെ ചൊല്ലി നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, അവൻ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊള്ളുക, ഇങ്ങനെ ഉറച്ചുകൊള്ളുക: എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരയുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠകരമായ മഹത്വകരമായ ഒരു തലമുറയെ തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അതിനെ ഒന്നുകൂടെ ഇങ്ങനെ ആഴത്തിൽ പറയുന്നു: കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ, ആ കണ്ണുനീർ യഥാർത്ഥത്തിൽ ജനിക്കാനിരിക്കുന്ന ഒരു ആത്മീക തലമുറയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാന ശിലകളാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. സ്തോത്രം. അവൻ കരയുന്ന മാതാവോ പിതാവോ, മക്കളെ ചൊല്ലി വിലപിക്കുന്ന മാതാവോ പിതാവോ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും അടുത്ത ജനറേഷന് വേണ്ടിയുള്ള അടിസ്ഥാന ശിലകളാണ്. അതുകൊണ്ട് കരയുന്നത് ഒരിക്കലും വെറുതെയാകത്തില്ല. അതിന്റെ പിന്നിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടാൻ ശക്തിയുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരിക്കലും അവൻ അങ്ങനെ ഒരു മൂകമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ദൈവം എക്കാലും അനുവദിക്കുകയില്ല. ഇന്നത്തെ കരച്ചിലിന്റെ മൂകമായ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ സന്തോഷത്തിന്റെ മഹത്വകരമായ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു: സ്തോത്രം. കരയുന്നവർക്ക് വേണ്ടി ദൈവം കാര്യങ്ങളെ തിരിക്കാൻ പോവുകയാണ്. നാളുകളായി ജീവിതത്തിൽ കരഞ്ഞു വിലപിച്ച് ഹൃദയത്തിൽ നൊമ്പരപ്പെട്ട് വേദനയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മക്കളെ ചൊല്ലി, വിശേഷാൽ മക്കളെ ചൊല്ലി വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീര് വെറുതെയാവുകയില്ല. ജീവിതത്തിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഈ സർവശക്തനായിരിക്കുന്ന ദൈവം സഹായിക്കുന്ന ദൈവമാണ്. സെഫന്യാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിന്റെ അർത്ഥം, ആ പേരിന്റെ അർത്ഥം ഇങ്ങനെയാണല്ലോ: യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നാണ്. സ്തോത്രം. തക്ക സമയമായപ്പോൾ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്താൽ മറയ്ക്കപ്പെട്ടവൻ എന്ന പേരാണ് സെഫന്യാവിനുള്ളതെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള സമയമായപ്പോൾ അവൻ ദൈവത്താൽ മറയ്ക്കപ്പെട്ടവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ദൈവം ചിലതിനെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. നാളുകളായി ജീവിതത്തിനകത്ത് അവൻ ലക്ഷ്യബോധമില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൻ ചിന്തിക്കുന്ന നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടുകയാണോ? പാപത്താൽ മറയ്ക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, പലവിധമായ ദുഷിച്ച സ്വഭാവങ്ങളിൽ മറയ്ക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ തലമുറകളെ പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ശുശ്രൂഷ മേഖലയിൽ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ അവൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം എനിക്ക് വന്നിട്ടില്ല
എന്നതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണോ? വേദനിക്കേണ്ട പ്രിയ സുഹൃത്തെ, ദൈവം നിങ്ങളെ തക്ക സമയമാകുമ്പോൾ പുറത്തു കൊണ്ടുവരും. കാരണം ഈ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആരും എന്നെ കണ്ടില്ല എന്നോർത്ത്, ആരും എന്നെ അറിയുന്നില്ല എന്നോർത്ത്, എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നോർത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ഉറപ്പായി താങ്കളോട് പറയുന്നു, ദൈവം നിങ്ങളെ തക്ക സമയമാകുമ്പോൾ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. എന്തിനാണ് മറനീക്കി പുറത്തു കൊണ്ടുവരുന്നത്? ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കൊരു ശാശ്വത പരിഹാരം വരുത്തുവാനാണ് ദൈവത്തിന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നത്. ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ പറയുന്നു, സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, അങ്ങനെയുള്ളവരെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തുറന്നു. നമുക്കറിയാം, ആ ദാവീദ് തന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ചില പ്രതിസന്ധികളെ ദൈവം ഇസ്രായേലിലേക്ക് അനുവദിച്ചു. ആ അനുവദിച്ചതിന്റെ അനന്തരഫലം എന്താണ്? ജീവിതത്തിൽ ആ വലിയ ഭയവിഹ്വലമായ അനുഭവങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ, അതിന്റെ തക്ക സമയമായപ്പോൾ തന്നെ ദൈവം ദാവീദിനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ജീവിതം. ആ ഒരു പാലത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനത്തെ യഥാർത്ഥ സമാധാനമുള്ള ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം മറച്ചു വെച്ചതിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മറച്ചു വെച്ചവനാണ് ദാവീദ്. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. നമുക്കറിയാം, മാനുഷികമായ കഴിവുകൾ കൊണ്ടോ മാനുഷികമായ പരിചയങ്ങൾ കൊണ്ടോ അല്ല ആ മല്ലനായ ഫിലിസ്തീനെ താഴെയിട്ടത്. മറിച്ച് അവന്റെ മേൽ വ്യാപരിച്ചൊരു അഭിഷേകമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേക പരിഗണനയ്ക്കകത്ത് ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തക്ക സമയമാകുമ്പോൾ ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. നമ്മൾ ജീവിതത്തിൽ ആ പ്രതിസന്ധി, അവരുടെ ജീവിതത്തിൽ ഒരു അഭിഷേകത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം അവസരം ഒരുക്കുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ അഭിഷക്തന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്ക് നേരെ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പലപ്പോഴും ആകുലപ്പെടാറുണ്ട്. അതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രശ്നം ദൈവം അനുവദിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു അഭിഷക്തനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ചിലപ്പോൾ പ്രതിസന്ധികൾ അനുവദിക്കപ്പെട്ടെന്നിരിക്കാം. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന പ്രശ്നം എന്നെ ഒടുക്കി കളയാനായിരിക്കുമോ, എന്റെ അവസാനമായിരിക്കുമോ എന്നാരെങ്കിലും എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളിലുള്ള വ്യക്തിത്വത്തെ, നിങ്ങളിലുള്ള ഒരു അഭിഷക്തനെ, നിങ്ങളുടെ അകത്ത് ദൈവം തന്ന ഒരു ആത്മ മനുഷ്യനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അനുവദിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട. സ്വർഗസ്ഥനായ ദൈവം തക്ക സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ദൈവം എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ശക്തമായ ഒരു അഭിഷക്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി, ശക്തമായ ഒരു ആത്മനിയോഗത്താലുള്ള ദൈവിക നടത്തിപ്പിന് വേണ്ടി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവം മറച്ചു വെച്ചാൽ കഴുകന്റെ കണ്ണുകൾക്കോ ആ ഇസ്രായേൽ രാജാവിന്റെ കിങ്കരന്മാർക്കോ കാണാൻ കഴിയത്തില്ല. ദൈവം മറച്ചു വെച്ചാൽ, ദൈവം മറച്ചു വെക്കുന്നത് മറ്റൊന്നിനുമല്ല, ദൈവം മറച്ചു വെക്കുന്നത് തക്ക സമയത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം മറച്ചു വെക്കുന്നത് എങ്ങനെയാണ്? മിനുക്കിയ അമ്പാക്കി എന്റെ പൂണിയിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചെടുക്കുന്ന ദൈവമാണ്. നാം വായിച്ച ആ കുറിവാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സ്തോത്രം, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യം എന്ന വാക്കല്ല, സൗമ്യത എന്ന വാക്കാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ താഴ്മയും സൗമ്യതയുമുള്ള ഒരു കൂട്ടത്തെ ദൈവം ശേഷിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് താഴ്മയും സൗമ്യതയുമുള്ളവരെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ളവരെ ശേഷിപ്പിച്ചിരിക്കുന്നത്? ആ രണ്ട് പദങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ദൈവം ആരെയാണ് ശേഷിപ്പിച്ചിരിക്കുന്നത്? കർത്താവിന്റെ സ്വഭാവമുള്ളവരെ
കർത്താവ് ശേഷിപ്പിച്ചിരിക്കുകയാണ്. താഴ്മയുള്ളവർക്ക് ലഭിക്കുന്ന ഗുണം എന്താണ്? സദൃശവാക്യത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മാനത്തിന് മുൻപേ താഴ്മയുള്ളവരെ ദൈവം അവയെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ദൈവത്തിന് അവരെ മാനിക്കാൻ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജീവിതത്തിൽ ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ അത് ലഭിച്ചില്ല എന്നോർത്ത് താങ്കൾ ഭാരപ്പെടരുത്, താങ്കൾ വഴക്കുണ്ടാക്കാൻ പോകരുത്. താങ്കൾ ചെയ്യേണ്ടത് ഇതുവരെ താഴ്മയോടെ സൗമ്യതയോടെ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്നത് പോലെ തന്നെ അല്പനാൾ കൂടെ വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കൂ. ഈ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. തക്ക സമയമാകുമ്പോൾ മാനിക്കുവാൻ ഈ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, മൊർദെഖായിക്ക് വേണ്ടി ആമേൻ ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു. സ്തോത്രം. ലഭ്യമാകേണ്ട സമയത്ത് അവൻ നന്മകൾ അതുപോലെ സമ്മാനങ്ങളൊക്കെ ലഭ്യമാകേണ്ട സമയത്ത് ലഭ്യമാകാതിരുന്നപ്പോഴും അവൻ വേദനയില്ലാതെ അവൻ നല്ല മനസ്സോടെ ആ മൊർദെഖായിക്ക് ദൈവം കൊടുത്ത ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നല്ല മനസ്സോടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ക്രമമായി ആ മൊർദെഖായി നടത്തി. സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മാനിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജോലിയോടുള്ള ബന്ധത്തിലോ വേലയോടുള്ള ബന്ധത്തിലോ നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടതായ എന്തെങ്കിലും അവകാശങ്ങൾ, നന്മകൾ അത് ലഭിച്ചില്ല എന്നോർത്ത് വ്യാകുലപ്പെടരുത്. സമയമാകുമ്പോൾ താങ്കൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, താങ്കളുടെ വിചാരങ്ങളെക്കാൾ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായി ദൈവത്തിന് മാന്യമായി നിങ്ങളെ അവൻ ബഹുമാനിക്കാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തിയുള്ള കർത്താവ് സഹായിക്കുമാറാകട്ടെ. എന്തിനാണ് ദൈവം സൗമ്യതയുള്ളവരെ ശേഷിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഭാര്യമാരോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അങ്ങനെയാണെങ്കിൽ സൗമ്യതയും താഴ്മയും ദൈവസന്നിധിയിൽ വിലയേറിയ ഒന്നാണ്. സ്തോത്രം. താഴ്മയും സൗമ്യതയുമുള്ളവരെ ദൈവം വേർതിരിക്കാൻ കാരണം എന്താണ്? ദൈവം ശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയ ഒന്നാണ്. സ്തോത്രം. മാത്രമല്ല, താഴ്മയുള്ളവർക്ക് ദൈവം പുതിയ ജീവിതം നയിപ്പാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, 57:15 വായിക്കുന്ന ഇങ്ങനെയാണ്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. താഴ്മയുള്ളവരോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം, താഴ്മയുള്ളവരെ അവരുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മുടെ കർത്താവിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നൊരു നല്ല കർത്താവിനെ വചനം നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ താഴ്മയുണ്ടായിരുന്നത് ഒരു കെണിയായെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സൗമ്യതയായി ജീവിച്ചത് എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി തീർന്നെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല. ആ സ്തോത്രം, ആ ക്വാളിറ്റി നമ്മുടെ യേശു കർത്താവിലാണുള്ളത്. ആ ക്വാളിറ്റിയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ, ആമേൻ വചനം പറയുന്നു, തന്നെത്താൻ താഴ്ത്തിയ നമ്മുടെ കർത്താവിനെ ആമേൻ സ്വർഗത്തെക്കാൾ വലിയവനാക്കി തീർത്ത ആ ജീവന്റെ ദാതാവ് നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. അവൻ സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവിലേക്ക് ചേർന്ന് വരുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നു. താഴ്മയും സൗമ്യതയുമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരെ വേർതിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയല്ല, അവൻ അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ ദൈവം അവൻ കളക്ട് ചെയ്യാനായി ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഈ ആകാശമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരാൻ സമയമായി. ദൈവത്തിനായി ശേഷിപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ കളക്ട് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ കർത്താവ് മടങ്ങി വരാൻ സമയമായി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ, വളരെ ആമേൻ നല്ല മനസ്സോടെ ഞാൻ പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലഭിക്കപ്പെട്ട അവസരങ്ങൾ താഴ്മയോടെ വിനയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കാൻ നമ്മൾ മനസ്സ് വെക്കുന്നുവെങ്കിൽ നിശ്ചയമായും ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ കൃത്യസമയത്ത് ലഭിക്കും. നിങ്ങൾക്കായി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലുള്ള ദൈവമേ, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ,
ജീവിതത്തിലെ ഏതെങ്കിലും വിഷയത്തിലൂടെ പുറത്തു വരാൻ കഴിയാതെ നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് തക്ക സമയമാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി ആരെങ്കിലും വ്യാകുലപ്പെട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അവരെ തക്ക സമയത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കണ്ണുനീരിന് ദൈവം മറുപടി നൽകി കൊടുക്കണം. പ്രാർത്ഥനകൾ കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.